കർമ്മം വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശകലം ഭക്തി ആയിക്കോട്ടെ. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഭക്തി പോയിട്ടുള്ള വിദ്യാഭ്യാസം, രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു കൂടുതലും നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോ ഇന്ന് എന്തുകൊണ്ട് ഭക്തി എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഏറ്റവും വലിയ ക്ഷേത്ര വിരോധി എന്ന് ആൾക്കാര് മുദ്ര കുത്തിയ, കഴിഞ്ഞ 9 വർഷമായിട്ട് നിരന്തരം ക്ഷേത്രവിശ്വാസങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ഊണും ഉറക്കവും കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യനും മന്ത്രിമാരുടെ സംഘവുമാണ് നമുക്കുള്ളത്. അപ്പോൾ പലരും ഈ ശബരിമലയുടെയൊക്കെ വിഷയമൊക്കെ വളരെ പീക്കായി നമ്മുടെ സഹോദരിമാര് റോഡിലിറങ്ങി നാമദേവ യജ്ഞവും മറ്റുമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രതികരണം, എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ നടക്കുന്നത്, നല്ല കാര്യമല്ല. ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്റെ ആത്മീയ ഗുരുവായ ശ്രീ അഭേദാനന്ദ സ്വാമികളെ സ്മരിക്കേണ്ടി വരും. ഞാൻ വളരെ ചെറുപ്രായത്തിലായിരുന്നപ്പോഴത്തേക്ക് 6, 7, 8 വയസ്സുണ്ടായിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അവസാനമായിട്ട് കാണുന്നത് ആ പ്രായത്തിലേക്കാണ്. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കഥ എനിക്കിപ്പോഴും, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യമുണ്ടായ ഒരു കഥ എനിക്കിപ്പോഴും എന്റെ മനസ്സിലുണ്ട്, ഇപ്പോഴും എന്റെ ആത്മബോധത്തിലുണ്ട്. അപ്പോ ആ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ഈ എന്റെ അടുത്ത് പറഞ്ഞ സുഹൃത്തിന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ പേരെന്താ? വിജയൻ. വിജയൻ ആരാ? സാക്ഷാൽ വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിന്റെ ദ്വാരപാലകന്റെ പേരാണ്. ഭാര്യയുടെ പേരെന്താ? കമല. ഭഗവാന്റെ ഇഷ്ടഭാജനമായ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണ്. മകളുടെ പേരെന്താ? വീണ. മഹാഭക്തനായ നാരദന്റെ കയ്യില് സദാസമയം ഉണ്ടാവുന്ന ഒരു സാധനമാണ് വീണ. ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, തറയിൽ പോലും വയ്ക്കാത്ത അദ്ദേഹം കൊണ്ടു നടക്കുന്നതാണ് വീണ. നമ്മൾ ഇതിൽ പരം ഭക്തിയുള്ള ഒരു കുടുംബം എവിടെ നമുക്ക് കാണാൻ കിട്ടുന്നു? ഇപ്പൊ നല്ലൊരു ഭക്തന്റെ കുടുംബമാണ്, പക്ഷെ അവരെന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു? ഞാൻ പറഞ്ഞു, അതിനകത്ത് വളരെ നിസ്സാരമായ ഒരു കാരണം, നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം. ഭക്തിയിലെ ഏറ്റവും ഉത്തമം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പൊരു നമ്മുടെ പുരാണത്തിലെ ഒരു കഥ തന്നെ നമ്മൾ പറയേണ്ടി വരും. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പാർഷദന്മാരായിരുന്ന ജയവിജയന്മാര്, സനകാദി മുനികൾ എന്ന് പറയുന്ന ഋഷിമാര്, അവര് വളരെ ഋഷിമാരാണെങ്കിലും 4 വയസ്സ് പ്രായമുള്ള കുട്ടികളായിട്ടാണ് അവർ 4 പേര് സഞ്ചരിക്കുന്നത്. വസ്ത്രം ഉണ്ടാകാറില്ല എന്നാണ് ചിലടത്ത് വായിച്ചിരിക്കുന്നത്. ചിലടത്ത് പറയുന്നത് അറ്റ്ലീസ്റ്റ് കൗപീനമെങ്കിലും ഉണ്ടാവും എന്ന് കേൾക്കുന്നു. അപ്പൊ ഇവര് വന്നപ്പോഴത്തേക്ക് ഇവരെ കടത്തി വിട്ടില്ല, കൊച്ചു പിള്ളേരല്ലേ. സാക്ഷാൽ മഹാവിഷ്ണുവോട് പ്രത്യക്ഷപ്പെടുകയും ഇവരെ ശപിക്കുമ്പോഴത്തേക്ക് ഒരു വരം കൊടുക്കുന്നുണ്ട്. ഒന്നിൽ നിങ്ങൾ 3 ജന്മം എന്റെ വിരോധികളായിട്ട് കഴിയണം, അല്ലെങ്കിൽ 7 ജന്മം എന്റെ ഭക്തരായിട്ട് കഴിയണമെന്ന് വിധിച്ചു. അപ്പോ ഈ ഭക്തോത്തമന്മാരായിട്ടുള്ള ഇവരെ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചത്, ഒരു സമയവും അങ്ങയുടെ സ്മരണ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല, അങ്ങനത്തെ വരം തന്നാൽ മതി, അങ്ങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ എടുത്തോളാമെന്നുണ്ട്. അപ്പൊ പറഞ്ഞു, എന്നാ വിപരീത ഭക്തി എടുത്തോ. ഇപ്പൊ വിപരീത ഭക്തിക്ക് എന്താ കുഴപ്പം, എന്താ ഗുണം? വിപരീത ഭക്തിക്കുള്ള ഗുണം അതാണ് ഭഗവാൻ പറഞ്ഞ 3 ജന്മം എടുത്താൽ മതി, ഭക്തരായിട്ട് 7 ജന്മം, അല്ലെങ്കിൽ വിരോധികളായിട്ട് 3 ജന്മം. 3 ജന്മം വിരോധികളായിട്ട് എടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഒരു നിമിഷം പോലും ഭഗവാന്റെ സ്മരണ വിരോധികളെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാറില്ല. അങ്ങനെ അവര് 3 അവതാരങ്ങൾ എടുക്കേണ്ടായി. സത്യയുഗത്തില് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ടും, ത്രേതായുഗത്തില് രാവണനും കുംഭകർണനുമായും, ദ്വാപരയുഗത്തില് ദന്താഭക്തനും ശിശുപാലനുമായും 3 അവതാരങ്ങൾ എടുക്കുകയും അതില് നരസിംഹാവതാരത്തില് അദ്ദേഹത്തിന്റെ മടിയിൽ വെച്ച് ഭക്തനെ കൊന്ന് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കാൻ സാധിച്ചു. അപ്പൊ അത് ഭക്തരുടെ ഇടയിൽ ഇത് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കരുതപ്പെടുന്ന ഒരു കാര്യമാണ് വിപരീത ഭക്തി. ഇപ്പൊ വിപരീത ഭക്തി ഇവിടെ പറയാൻ കാരണം, നമ്മളൊക്കെ ഭഗവാനെ ശബരിമലയിൽ പോകുമ്പോഴത്തേക്കും മാലയിടുമ്പോഴത്തേക്കും ഒക്കെ ഓർക്കാറുള്ളൂ, അല്ലെങ്കിൽ മണ്ഡലകാലത്തിലേക്ക് ഓർക്കാറുള്ളൂ. ഇവരിങ്ങനെയല്ല. ഈ വിരോധ ഭക്തി ഉള്ളവര്, വിരുദ്ധ ഭക്തി ഉള്ളവര് സദാസമയവും ഊണിലും ഉറക്കത്തിലും സുഷുപ്തിയിലും
എപ്പോഴും വിരോധത്താൽ ഭഗവാനെ ഓർത്തുകൊണ്ടേയിരിക്കും. ഇപ്പോ ഈയിടെ അറസ്റ്റിലായ സനൽ ഇടമറകിന്റെ അമ്മയും ജോസഫ് ഇടമറകിന്റെ ഭാര്യയും ഭയങ്കര യുക്തിവാദിയുമായിരുന്ന ശ്രീമതി സോളി ഇടമറക് എന്നെ കാണുമ്പോഴത്തേക്ക് ചോദിക്കും, അല്ലെ കയ്യിലെന്നെ ഈ നൂലിട്ടേക്കുന്നു. ഞാൻ പറയും, ചേച്ചി നിങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്ക് നാണം കൂടാതെ വീണ് നമസ്കരിക്കണമെന്നാണ് എന്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കാര്യം വിപരീത ഭക്തിയുള്ളവരാണ് ഭക്തോത്തമൻ. ഞാൻ ഈ കയ്യിലെ ചരട് അവര് പറയുമ്പോഴത്തേക്ക് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. പക്ഷെ അവര് എന്നെ കാണുമ്പോഴത്തേക്ക് മുഴുവൻ ഈ ചരടിനെ പറ്റി ഓർത്തുകൊണ്ടായിരിക്കും. ഇപ്പൊ എന്നെക്കാളും ഈ ചരടിനെ പറ്റി ഓർക്കുന്ന അവരല്ലേ. ഇപ്പൊ വിരുദ്ധ ഭക്തിക്കും വിപരീത ഭക്തിക്കുള്ള ഇനി ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ഈ വിപരീത ഭക്തി ഉള്ളവരുടെ എല്ലാം വീട്ടില് ഭക്തിയുള്ള ഒരാൾ കൂടെ എപ്പോഴും കൊടുക്കും. ഭഗവാൻ അങ്ങനെയാണല്ലോ, രണ്ടും കോംപ്ലിമെന്ററി ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ നിങ്ങൾക്കറിയാം, പൂമൂടൽ വഴിപാടൊക്കെ കഴിച്ചിട്ടുള്ള ആളാണ്. ശാരദ ടീച്ചർ നമുക്കറിയാം, സഖാവ് ഇ കെ നായനാരുടെ ഭാര്യയാണ്, ഭയങ്കര ഭക്തയാണ്. അങ്ങനെ ഇപ്പൊ ഹിരണ്യകശിപുവിന്റെ വീട്ടില് പ്രഹ്ലാദൻ ഉത്തമ ഭക്തനായിരുന്നു. രാവണന്റെ ഭാര്യയോ അതിയായ ഭക്തിയായിരുന്നു. അങ്ങനെ ആ പരമ്പരയിൽ അവസാനം വന്ന് നിൽക്കുന്നത് ശ്രീമതി വീണ റിയാസാണ്. ഭക്തരെ ഇത്രയും വെറുപ്പിച്ചു എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മകൾ സാക്ഷാൽ ബൃഹദീശ്വരത്ത് പോയി ശനീശ്വരനെ വണങ്ങി പൂജയും ചെയ്ത് സിന്ദൂരവും തൊട്ട് നിൽക്കുന്ന പടമാണ് നമ്മൾ ഇന്നലെ കാണാൻ സാധിച്ചത്. ഇപ്പോ ഭക്തർക്ക് ഏറ്റവും നല്ലത് വിപരീത ഭക്തിയാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം. അതുകൊണ്ട് വിപരീത ഭക്തിയായിട്ട് പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല വഴിയിലാണ് പോകുന്നത് എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്റെ ആത്മീയ ഗുരു പറഞ്ഞതനുസരിച്ചിട്ട് ആ വിപരീത ഭക്തിയാണ് ഭക്തിയിൽ ഏറ്റവും ഉത്തമം. നന്ദി, നമസ്കാരം.